എളയാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സോടുകൂടിയ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനം മുണ്ടയാട് നടന്നു. മുണ്ടയാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള തെറ്റായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ചില നിയമങ്ങൾ പാസാക്കുക. ഇവിടുത്തെ സഹകരണ സ്ഥാപനത്തെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനുമാണ് നിയമം ഉണ്ടാക്കേണ്ടത്. അതിനു പകരം ജനകീയ പങ്കാളിത്തമുള്ള സഹകരണ സ്ഥാപനങ്ങളെ അതിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നിയമങ്ങൾ പാസാക്കുന്നത് തികച്ചും തെറ്റായ പ്രവണതയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രൗഢിയുണ്ട്. ആ ബാങ്ക് എന്ന് പറയുന്ന പ്രൗഢി ഉള്ളത് കൊണ്ട് അത് നിക്ഷേപം വർദ്ധിക്കും. ഈ ബാങ്ക് എന്ന പദം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനികളാണ്. അവരുടെ കൈവശമാണ് കേന്ദ്ര ഗവൺമെന്റ്. വൻകിട സ്വകാര്യ കമ്പനികൾ അവർ പറയുന്നു ബാങ്ക് എന്നൊക്കെ മാറ്റി സഹകരണ സംഘം നടത്തിയ ഞങ്ങൾക്ക് നല്ലതുപോലെ നിക്ഷേപം വരും. അതുകൊണ്ട് ഈ ബാങ്ക് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരെടുത്തു മാറ്റാൻ നിയമം ഉണ്ടാക്കണം, ഉത്തരവ് പുറപ്പെടുവിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ബ്ലേഡ് കമ്പനിക്കായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നിയമം ഉണ്ടാക്കാനും അതിന് റിസർവ് ബാങ്കിനെ അടക്കം ഉപയോഗിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇപ്പൊ കേസ് നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സഹകരണ സംഘത്തെ ശല്യപ്പെടുത്തുന്ന നിലപാടാണ്. അതൊന്ന് പറയാതിരിക്കാൻ പോയി. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള പ്രവണത കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. എളയാവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി സുരേഷ് ബാബു, ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ സി പി അഷ്റഫ്, എം കെ മുരളി, സി പി സന്തോഷ് കുമാർ, സതീശൻ ബാബുക്കൽ, സി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു.